കോഴിക്കോട് കോർപ്പറേഷനിൽ 40 സീറ്റുകൾ പിടിച്ചെടുത്ത് ഇത്തവണ ഭരണം പിടിച്ചെടുക്കുമെന്ന വിശ്വാസത്തിലാണ് UDF ഉള്ളത്. LDFിൻ്റെ അവസാന ഭരണമായിരുന്നു ഈ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് KPCC ജനറൽ സെക്രട്ടറിയും അതേപോലെ പാറോപ്പടി സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് PM നിയാസ് ആണ്. എങ്ങനെ പോകുന്നു പ്രചരണ പരിപാടികൾ? ഇത്തവണ എന്തായാലും UDF കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്ന വിശ്വാസം തന്നെയാണോ? 50 വർഷമായി കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ ആയ കോഴിക്കോട് കോർപ്പറേഷൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കോഴിക്കോടിന് ശേഷം കോർപ്പറേഷനായ കൊച്ചിയും തിരുവനന്തപുരവും തൃശ്ശൂരുമൊക്കെ എത്രയേറെ മുന്നോട്ട് പോയി എന്നുള്ളത് കോഴിക്കോട്ടുകാർ ചിന്തിക്കുകയാണ്. അതിന് കാരണം ഇവിടുത്തെ അശാസ്ത്രീയമായ വികലമായ വികസന കാഴ്ചപ്പാടുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ അത് പൂർണ്ണമായും ജനങ്ങൾ ബോധവാന്മാരാണ്. ഒരു വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്തവർ, ഒരു കളിക്കളം പരിപോഷിക്കാൻ കഴിയാത്തവർ, ഇവിടെ കോഴിക്കോട് ഒരു ബസ് സ്റ്റാൻഡ് നിന്ന് കത്തി 24 മണിക്കൂറോളം നിന്ന് കത്തുന്ന അവസ്ഥ ഉണ്ടായൊരു ബസ് സ്റ്റാൻഡ്, പാളയത്തെ പച്ചക്കറി മാർക്കറ്റ് വിൽപ്പന ചരക്കാക്കിയ ഒരു കോർപ്പറേഷൻ, അങ്ങനെ എന്തിനും ഏതിനും കോഴിക്കോട് കോർപ്പറേഷൻ്റെ അവസ്ഥ അത്യന്തം ദയനീയമാണ്. ഇവിടെയുള്ള കുട്ടികൾ മുഴുവനും യുവത്വം മുഴുവനായി മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ബാംഗ്ലൂരിലേക്കും ഹൈദരാബാദിലേക്കും ചെന്നൈയിലേക്കും അതുപോലെ കോവയിലേക്കും കൊച്ചിയിലേക്കും പോകുമ്പോൾ കോഴിക്കോട്ടുകാർ മുഴുവനും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അവരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വ്യവസായ IT പട്ടണമാക്കി ഒരു കോഴിക്കോടിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് കോഴിക്കോട്ടുകാരുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന് മുമ്പിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ്. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വിജയമാണ്. അങ്ങ് പറഞ്ഞത് 40 ഞങ്ങളുടെ എസ്റ്റിമേഷനാണ്, പക്ഷേ 40 കടന്നു പോവുകയാണ്. ഞങ്ങളുടെയൊക്കെ കണക്കൂട്ടലിനപ്പുറമായി വലിയ രീതിയിലുള്ള വിജയമാണ്. നിങ്ങൾക്കൊരു സംശയം വേണ്ട, ഇത്തവണ അഴിമതിക്കാരായ LDFിനെ താഴെ ഇറക്കാൻ ജനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗോദയിൽ ഞങ്ങൾക്ക് അത്രയേറെ പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനെ UDFിനെ ലീഡ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും ഞങ്ങൾക്കതിൽ വളരെ അഭിമാനം തോന്നുന്നു. ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ കുബേരന്മാർക്കൊപ്പം, കോർപ്പറേറ്റുകൾക്കൊപ്പം, പണക്കാർക്കൊപ്പം മാത്രം നിലകൊള്ളുന്ന കോഴിക്കോട് കോർപ്പറേഷൻ സാധാരണക്കാരനും പാവപ്പെട്ടവനും അധ്വാനിക്കുന്നവരുടെയും അത്താണിയായി അവരുടെ ഏറ്റവും വലിയ ഒരു അവരുടെ ആശാകേന്ദ്രമായി കോഴിക്കോട് കോർപ്പറേഷനെ മാറ്റും എന്നതാണ് ഞങ്ങളുടെ വാഗ്ദത്തം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് കോർപ്പറേഷനിൽ ജനങ്ങളൊരു ഭരണവിരോധ വികാരം തന്നെയാണോ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അറിയാൻ കഴിയുന്നത്? ആളുകളുടെ പ്രതികരണം ഞങ്ങളുടെ കൂടെ ഒരു 10 വീട്ടിൽ നിങ്ങൾ വാ, നിങ്ങൾ പറയുന്ന വീട്ടിൽ 10 ഞങ്ങൾ കയറാം. നിങ്ങൾ ലൈവ് എടുത്തോ. 10 വീടുകളിൽ നിന്നും പറയുന്ന സാഹചര്യങ്ങൾ പണ്ടൊക്കെ ആളുകൾ പറയാറില്ലായിരുന്നു. ഇപ്പോൾ ആളുകൾ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പോരാ. ഞാൻ പോകുന്ന പല സ്ഥലങ്ങളിലും ബോർഡുകൾ ഇത് പോരാ, പണം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പണം തരികയാണ് ബോർഡിന്. ഞങ്ങൾ പ്രചരണത്തിന് ആൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ. ഇദ്ദേഹം വോട്ട് ചോദിക്കാൻ ഞാൻ പോയതാണ്, അദ്ദേഹം ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുകയാണ്. ഇത് ഒരു സ്ഥലമല്ല, പല സ്ഥലത്തും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം പ്രായമായിട്ട് പോലും ഉണ്ണിയേട്ടൻ ഞങ്ങൾക്ക് കൂടെ പ്രവർത്തിക്കാൻ വരികയാണ്. അങ്ങനെ എല്ലാ ഭാഗത്തും നമുക്ക് അനുകൂലമായ ഒരു തരംഗമാണ്. ഒരു സംശയം വേണ്ട, അങ്ങ് പറഞ്ഞ 40 ക്രോസ് ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും 40 അല്ല 40-ൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് ഇത്തവണ UDF തന്നെ കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ക്യാമറാമാൻ ശ്രീത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.